അങ്ങനെ എമ്പുരാൻ സിനിമയുടെ വിവാദങ്ങൾ ഇങ്ങനെ കത്തിത്തീരാറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 2 ദിവസത്തിനുള്ളിൽ തന്നെയാണെങ്കിൽ ഈ ഒരു വിവാദത്തിന്റെ ചൂടൊക്കെ ഇങ്ങനെ കെട്ടടങ്ങുന്നതായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്രത്തോളം വലിയ ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ ആയിരിക്കും കടന്നു പോവുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ ഒരു വിവാദങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സിനിമ റിലീസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കാര്യം. പൃഥ്വിരാജ് കുമാരൻ എന്താണോ ഈ ഒരു സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മുരളി ഗോപി എന്ന് പറയുന്ന റൈറ്റർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അത് വളരെ കൃത്യമായിട്ട് കൊള്ളേണ്ട രീതിയിൽ കൊള്ളേണ്ട ആളുകൾക്ക് കൊണ്ടിട്ടുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിയ വിവാദങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ എന്തുതന്നെയാണെങ്കിലും ഇതിനൊക്കെ ഒരു മറുപടി ആയിട്ടാണെങ്കിൽ ആദ്യത്തെ ഒരു പ്രതികരണം എന്നോണം ആന്റണി പെരുമ്പാവൂർ ആണെങ്കിൽ മീഡിയാസിന് മുന്നിൽ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുണ്ട്. അതിങ്ങോട്ട് പ്ലേ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വിവാദത്തിന്റെ ഒപ്പം തന്നെ ഏറിപ്പോയിരിക്കുന്ന മറ്റൊരു വ്യക്തിയായിരുന്നു മേജർ രവി. അപ്പം പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് ഇതിനകത്ത് സംസാരിച്ചു പോകാം. ആദ്യം തന്നെയാണെങ്കിൽ ആന്റണി പെരുമ്പാവൂർ മുരളി ഗോപിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. മുരളി ഗോപി ഇപ്പോഴും ഇതിൽ പ്രതികരിച്ചിട്ടില്ല, നിങ്ങളോടൊപ്പം ഈ നിങ്ങളുടെ പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വിയോജിപ്പുകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിയോജിപ്പ് ഒരാൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ അത്. കാരണം എല്ലാവരുടെയും സമ്മതം അതിനാവശ്യമാണ്. ഈ സമ്മതത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യമാണത്. ഇതിനകത്ത് അങ്ങനത്തെ കോൺട്രവേഴ്സി ഖേദപ്രകടനം മുരളി ഗോപിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. 24 മണിക്കൂറിന് അപ്പുറം കഴിഞ്ഞു. മോഹൻലാലിന്റെ പോസ്റ്റിന് പോലും അത് ഇനിയും നാളെ അത് ഷെയർ ചെയ്തില്ലെങ്കിലും അതിന് സമ്മതമുണ്ട് എന്ന് വിചാരിക്കുക. താങ്ക് യു. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. കാര്യം മാപ്പ് ജയം പറയൂല. മുരളി ഗോപിയാണ് ആള്. അങ്ങനെ ഒരു തൻ്റെ ഉള്ള നട്ടലുള്ള ആരെങ്കിലും ഒക്കെ വേണ്ട ഈ ഒരു സിനിമാ ഫീൽഡില്. ഓക്കെ, ബാക്കിയും കൂടെ കേൾക്കാം. മോഹൻലാൽ സാറിന് ഈ സിനിമയുടെ കഥ അറിയാം, എനിക്കറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയില്ല എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് പറ്റാത്ത കാര്യമാണ്. ഒരിക്കലും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ എത്രയോ വർഷമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് ഈ സിനിമ നിർമ്മിക്കണമെന്നും ഈ സിനിമ വരണമെന്നും ഈ സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നും വിശ്വസിച്ച് പൃഥ്വിരാജ് ഉൾപ്പെടുന്ന ആൾക്കാർ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ. മോഹൻലാലിന് ഈ സിനിമ അറിയില്ല എന്നതാണ് ഇപ്പോൾ വലിയൊരു ചർച്ചയായിട്ടുണ്ടായത്. അറിയില്ല എന്നതാണോ? അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞങ്ങൾ എല്ലാവരും ഈ സിനിമയെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതിൽ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനകത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. തുടക്കം മുതലുള്ള ഓക്കെ, അപ്പം നമ്മുടെ ലാലേട്ടനാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ വായിച്ച് കഥ എന്താണെന്നൊക്കെ അറിഞ്ഞ് തന്നെയാണ് ഇവരെല്ലാവരും ഈ ഒരു സിനിമ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോഴും നമ്മുടെ മേജർ രവി എന്താണ് ലൈവിൽ വന്ന് പറഞ്ഞേക്കുന്നത്, ലാലേട്ടൻ ഈ പറയുന്ന പ്രീ റിലീസ് ഒന്നും കണ്ടിട്ടില്ല. ലാലേട്ടൻ അങ്ങനെ അല്ല, ലാലേട്ടൻ അങ്ങനെ പടം കാണുന്ന ഒരു വ്യക്തി അല്ലടി. ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിലും അടിപൊളിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ വന്നല്ലോ. കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരനൊക്കെ വന്ന് സംസാരിച്ചല്ലോ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലോട്ടൊക്കെ നമുക്ക് എന്തായാലും പുള്ളി പറയുന്ന ബാക്കി ഒരു ക്ലിപ്പ് കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇതൊരു വിവാദം എന്ന് പറയുന്നതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ, ഇന്ത്യയിലെ, വേൾഡ് വൈഡ് മൊത്തം ജനങ്ങളും ഈ സിനിമ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഈ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നു, ഒരു പാർട്ടിയുടെ അല്ല, ഏതൊരു വ്യക്തിയുടെ ഒരു സങ്കടം ഉണ്ടായാൽ പോലും അതിനെ പരിഗണിക്കേണ്ട ആൾക്കാർ ആ സിനിമയുടെ പുറകിൽ പ്രവർത്തിച്ചവരാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി. ഓക്കെ, ആർക്കൊക്കെ വേദന ഉണ്ടാക്കി എന്നൊക്കെ തോന്നി. ഓക്കെ, ശരി തന്നെ. അപ്പോഴും നിങ്ങളിങ്ങനെ മാറിയതിനോട് അല്ലെങ്കിൽ ഈ ഒരു ഖേദം പ്രകടിപ്പിച്ച ആ ഒരു കാര്യത്തിൽ എനിക്കൊരു യോജിപ്പില്ല. കാര്യം പറ്റുന്നില്ല. നിങ്ങൾ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തോട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നടൻ വിജയ്, എൻ്റെ പൊന്നുമക്കളെ, ഇവരുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് പുള്ളി നടത്തിയേക്കുന്ന ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനകത്ത് അവിടുത്തെ സ്റ്റാലിനെ ആണെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ പേരെടുത്ത് പറഞ്ഞ് നടന്നേക്കുന്ന ഒരു സ്പീച്ചുണ്ട്. ആ ഒരു നട്ടല് ഇവിടെയുള്ള ഒരാൾക്കും ഇല്ലാതായിപ്പോയി. അന്ന് മെർസൽ സിനിമ ഇറങ്ങിയ സമയത്തേക്കിന് ഇത്രത്തോളം വലിയ വിവാദങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടും അത്രത്തോളം രൂക്ഷ വിമർശനം കേൾക്കേണ്ടി വന്നിട്ടും വിജയ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഒറ്റ പോസ്റ്റ്, മെർസൽ എന്നൊക്കെ പറഞ്ഞ മീശ ബസിക്കുന്ന ഒരു ഫോട്ടോ മാത്രമായിരുന്നു ഇട്ടിരുന്നത്. ആ ഒരു തൻ്റെ ഇടം പോലും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അത് അതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ BJP പറ്റി പറഞ്ഞു കഴിഞ്ഞാലൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സ്ഥിതി. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇങ്ങനൊരു BJP എന്തെങ്കിലും തെറ്റിയത് അതിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാക്കി മാറ്റിക്കളയുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പം ഈ ഊരിപ്പിടിച്ച കത്തികൾക്കിടയിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തുകൊണ്ട് ഇവരുടെയൊക്കെ വായ അടപ്പിക്കുന്നില്ല? ഈ ഒരു രാഷ്ട്രത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഈ വർഗീയ വിഷം തുപ്പുന്ന ഇത്തരം ചില ആളുകളുടെ വായ എന്തുകൊണ്ട് അടപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല? അതേപോലെ തന്നെ VD സതീശൻ, നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല, ഇങ്ങനെ വിഷം തുപ്പുന്നതിനെതിരെ? ഇത് കഴിഞ്ഞ് മേജർ രവി ആണെങ്കിൽ മഴവിൽ കേരളത്തിൽ കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. അതിനകത്ത് സൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യുന്നത്. സിനിമ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഫസ്റ്റ് ഷോ, ഞാൻ ഈ ഫസ്റ്റ് ഷോ കണ്ടിട്ടാണ്. ഇപ്പൊ നിങ്ങൾ ടി വി കാണാം. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് നമ്മളെന്താണ് ഒരാൾ വന്ന് ചോദിച്ചത്, ഹൗസ് ഫിലിം വെരി ഗുഡ്, അതാണ് ഒരു പോസിറ്റീവ് ആൻഡ് ജെന്റിൽമാൻ റിവ്യൂ. അതായത് കൊള്ളില്ല എന്നുള്ളത് പരസ്യമായിട്ട് നമ്മളെപ്പോഴുള്ള ആള് പറയാൻ പാടില്ല. അത് കൊള്ളില്ലെങ്കിലും ശരി, കൊള്ളില്ല എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ കൊള്ളില്ല എന്നുള്ള പറഞ്ഞു. ഞാൻ വെരി വെൽ മെയ്ഡ് ഫിലിം
ഓക്കെ, പുള്ളിക്കാണെങ്കിൽ ഒരു പടം കണ്ടപ്പോൾ അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അന്ന് റിവ്യൂവിനെ ഇറങ്ങി ഫസ്റ്റ് ഡേ പടം കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ റിവ്യൂവിനകത്ത് നല്ലതെന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ലൈവ് ഇട്ടിട്ട് പറയുന്നത് ഓക്കെ പൃഥ്വിരാജ് എന്തിനാണ് അങ്ങനെയൊക്കെ കാണിച്ചത്, അതൊക്കെ ഒഴിവാക്കണമായിരുന്നു, മറ്റേത് മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം അന്നത്തെ ദിവസം പറയാതിരുന്നത് ഓക്കെ ഇറ്റ്സ് എ ഗുഡ് ഫിലിം, ഞാൻ ആദ്യത്തെ ദിവസം ഇങ്ങനെ പറഞ്ഞ ശരിയല്ല, സിനിമ പറ്റി ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല, അത് ബാധിച്ചാൽ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയതിന് ശേഷം വേണമായിരുന്നു പറയാനൊക്കെ, അത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, നിങ്ങൾ വലിയ ജെന്റിൽമാൻഷിപ്പാണ് പറയുന്നത് നമുക്ക്. അതായത് പുള്ളി ഈ ഒരു സിനിമ ആദ്യം കണ്ടിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല, ഇറ്റ്സ് എ നൈസ് മൂവി, ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് ഇയാൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പ്രശ്നം പിന്നീട് വന്നത് വേറെ ആരൊക്കെയോ ചേർന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഇയാൾക്കും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നത്. അതിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയാണ് പടം കണ്ടതും അത് കഴിഞ്ഞിട്ട് എവിടേക്കോ എനിക്ക് മെസ്സേജ് വരാൻ തുടങ്ങി ഫിലിം അതായതാണെന്നുള്ളത്. Then when you see that, yes, why this? ഓക്കെ, അപ്പം അതായത് കുറച്ച് ആളുകളാണെങ്കിൽ മെസ്സേജ് അയച്ചതിന്റെ പേരിലാണ് പിന്നീട് വൈ ശരിയാണല്ലോ നമ്മുടെ സംഘത്തെ പറഞ്ഞവന്മാർ എനിക്കതങ്ങോട്ട് പടം കണ്ടിരുന്നപ്പോൾ മനസ്സിലല്ലോടാ പുള്ളേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് വന്നിട്ട് ഓക്കെ ഇവൻ ഞങ്ങളുടെ പടത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിനകത്ത് കാണിച്ചത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണം. കാര്യം നിങ്ങൾ പടം കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായിട്ട് തോന്നില്ല, വേറെ ആരൊക്കെയോ പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് തോന്നിയത്. ഓക്കെ, നിങ്ങൾ തന്നെ ആ ഒരു ലൈവിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ആർമിയിലുള്ള ബാക്കിയുള്ള ചില ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അതായത് ഇതിനകത്തുള്ള ആൾക്കാരിൽ തന്നെ ആർമിയിലുള്ളവർ തന്നെ ദേശത്തോട് സ്നേഹം കാണിക്കേണ്ട ആളുകൾക്കിടയിൽ തന്നെയാണെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ വിത്ത് പാകി കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് അല്ലേ. അപ്പം അങ്ങനെ ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പം പുള്ളിയാണെങ്കിലും വന്ന് ഇങ്ങനെ സംസാരം, അല്ലെങ്കിൽ സ്വന്തം നിലപാടോ സ്വന്തമായിട്ടുള്ള അഭിപ്രായ കാര്യങ്ങളൊന്നും അല്ല. അതായത് സ്വന്തം സ്വന്തമായിട്ടൊരു അഭിപ്രായമില്ലാത്ത നിലപാടില്ലാത്തൊരു വ്യക്തിയാണ് മേജർ രവി എന്നുള്ളതാണോ ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് എന്തിനാണ് ഈ ഗോഡ്രാജ് കേസ് കാണിക്കുന്ന സമയത്ത് അത് തുടക്കം മുതൽ കാണിക്കാതെ എന്താണ് നടക്കുന്നതെന്ന് തുടങ്ങിയത്? ചോദ്യം നമ്പർ 1, ആൻസർ ജെന്യുവൻ ക്വസ്റ്റ്യൻ. അല്ല, നിങ്ങൾ ഈ കീർത്തി ചക്ര സിനിമ എടുക്കുന്ന ടൈമിലാണെങ്കിൽ ആ ഒരു കാശ്മീരിൽ ആ ഒരു വിഷയങ്ങൾ അത് മാത്രം വെക്കാതെ ഈ പറഞ്ഞ പോലെ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും അതിന് മുന്നേ അതിനും 200 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ബ്രിട്ടീഷുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നിട്ട് നമുക്ക് ആധിപത്യം സ്ഥാപിക്കുകയും പിന്നീട് ഇവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് അതൊക്കെ എന്താണ് പിന്നീട് പറയാണ്ടിരുന്നത്? അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞു പോയുള്ളൂ. അപ്പോൾ മുഴുവനായിട്ട് പറയണ്ടേ? കാര്യം ബ്രിട്ടീഷുകാർ വന്നത് തൊട്ട് പിന്നീട് ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്തു, അങ്ങനെ മുസ്ലിമിനെ ഹിന്ദുക്കളെയും വേർതിരിപ്പിച്ചു, അങ്ങനെയാണ് പിന്നീട് ഇത്രയും പ്രശ്നങ്ങളോട് എത്തിയത് എന്നൊക്കെ നിങ്ങൾ കാണിക്കണ്ടേ? അപ്പം നിങ്ങൾ പറയുന്ന ഉത്തരവായിരിക്കും അതെൻ്റെ ഇഷ്ടമല്ലേ, എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അത്രയേ ഉള്ളൂ. ഇവിടെ പൃഥ്വിരാജിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടമാണ് ഒരു പടം ഏത് രീതിയിൽ ഇറക്കണം എന്നുള്ളത്. സെൻസർ ബോർഡ് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഇറക്കിക്കുന്ന പടമല്ലേ, ഇറക്കിക്കോന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നേ അല്ലേ, ഈ പറഞ്ഞ BJP ആൾക്കാർ തന്നെ അതിൽ ഇരിക്കുന്നതും അല്ലേ, പിന്നെ എന്താണ് പ്രശ്നം? കേസ് നടന്നതിന്റെ പനിഷ്മെന്റ് കഴിഞ്ഞു, ആ ആളുകളെല്ലാം പലർത്തും ഇരിപ്പുണ്ട്, പലരും സുഖമായിട്ട് ഗുജറാത്തിൽ യാതൊരു പ്രശ്നമില്ലാതെ പോകുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ച് അതാണ് ഞാൻ ആ പടത്തിനകത്ത് കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, പുള്ളി കണ്ട പ്രശ്നം എന്ന് വെച്ചാൽ ഗുജറാത്ത് ഇപ്പോൾ സമാധാനമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്, പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ പറയുന്നതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ആണെങ്കിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മളെ 200 വർഷത്തോളം അടക്കി ഭരിച്ചെന്നും അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ജീവൻ ബലി കൊടുത്തെന്നും അതിനുവേണ്ടി ഒരുപാട് ആൾക്കാർ പോരാടിയെന്നും ജാലിയൻ വാലാഗ് പോലുള്ള ആ ഒരു ഇതിനകത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിന് ഇപ്പോഴും കുട്ടികളുടെ പാഠപുസ്തകത്തിൽ അവർക്ക് പഠിക്കാൻ കൊടുക്കുന്നു ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട്? അതിൻ്റെ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ ഈ ഒരു പടത്തിൽ ഇതിനെപ്പറ്റി പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശബ്ദം ഉയർന്നപ്പോഴാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാർ അവരെ കൂടെ ഇവർക്കൊപ്പം ഇതൊക്കെ കളിയാണ്. അതെ, ഇതൊക്കെ ഒരു കളിയാണ്. ഇതിനകത്ത് മുമ്പ് മറ്റേ TG മോഹൻദാസിന്റെ വീഡിയോ വെച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല. ഇപ്പോഴും ഇവിടെ മേജർ രവി പറയുന്നത് എന്താണ്, ഹിന്ദുക്കൾ സംസാരിച്ചു അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പ്രശ്നമെന്ന് വ്യാഖ്യാനിക്കാനെ കൊണ്ട് ശ്രമിക്കുകയാണ്. ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല. ഈ പറയുന്ന പൃഥ്വിരാജ് ആണെങ്കിലും മുരളി ഗോപി ആണെങ്കിലും ഇവരെല്ലാം ഹിന്ദുക്കളല്ലേ, അവർക്ക് തോന്നാത്തൊരു പ്രശ്നമാണ്. ഇപ്പം ഈ തോന്നിയേക്കുന്നത് BJPയിലും RSലും ഉള്ള ആൾക്കാരാണ്, അല്ലാതെ ഹിന്ദുക്കൾക്കല്ല. നിങ്ങൾ ഹിന്ദുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പറയാതെ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഹിന്ദു മുസ്ലിം രണ്ടും രണ്ടാണ്. മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളാണ്. ഓക്കെ, അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദുക്കളല്ല. RSSും BJP ആണ് അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ ഇവിടുന്ന് തുരത്തി ഓടിക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു ആൾക്കാർക്കിടയിലോട്ട് ഭിന്നത, ആ ഒരു വിഷം കുത്തി നിൽക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. പിന്നെ പിണറായി വിജയൻ്റെ കാര്യം ഇവിടെ പറഞ്ഞത്, നല്ല കൂട്ട് പിണറായി വിജയനെ ഈ പറയുന്ന സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടില്ലയോടെ. അറ്റ്ലീസ്റ്റ് കോൺഗ്രസിനാണെങ്കിൽ ഈ പറഞ്ഞ BJPയോടൊപ്പം രീതിയിൽ ഈ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു സ്ഥാനം കൊടുത്തെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ ഒരു പുല്ല് വിലയിലൂടെ ആ ഒരു സിനിമയ്ക്കകത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അവരെ അത്രേ കളിയാക്കിയിട്ട് പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞ കാര്യം എന്താ, സിനിമയെ കാണും. കാര്യം അവർക്ക് നല്ല ഊക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്, പടം കണ്ടവർക്കറിയാം. എന്നിട്ട് അവർ വന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് പടം കണ്ടെന്ന് പറയുന്നത്
ഡബിങ്ങിന്റെ സമയത്തും പലർത്തും കിടന്ന് എല്ലാം പടം കണ്ടു തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു ടോട്ടാലിറ്റിയിൽ ഒരു പടം കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ ട്രോള് അല്ലെങ്കിൽ അത് കുറെ യൂട്യൂബേഴ്സിന് പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണമല്ലോ. ഐ ഡോണ്ട് കെയർ ഫോർ ഓൾ ദിസ്. അതെ, കൂടുതൽ കെയർ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് മുന്നേ കയറിയേക്കുന്ന ആ ഒരു ഏറിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ ചിലപ്പോൾ പാട് പെട്ടെന്ന് വരും. ആദ്യം പറഞ്ഞത് ലാലേട്ടൻ ഇങ്ങനെ സിനിമയാണെങ്കിൽ എഡിറ്റൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ടാണെങ്കിൽ ലാലേട്ടൻ കാണൂല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നീട് ഇപ്പോൾ പറയുന്നു അപ്പം അതെല്ലാം കൂടെ പിടിച്ച് ഉടുത്ത് വാരി വെച്ചപ്പോഴത്തേക്കിന് ഇപ്പോൾ പറയുന്നു ഓക്കെ ലാലേട്ടൻ ആണെങ്കിൽ ഡബ്ബിങ് ടൈമിൽ സിനിമ ഉണ്ട്, പക്ഷേ ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ പിന്നീട് അടുത്ത സാധനം പറയുന്നത്. എന്തിന് ഡബ്ബിങ്ങിൻ്റെ കാര്യമൊന്നും വേണ്ടല്ലോ. ഒരു സ്ക്രിപ്റ്റ് വായിക്കാതെ ഒരു ഇത്രയും വലിയൊരു നടൻ ഇങ്ങനെ ഒരു പടം ചെയ്യുമോ? അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു ഹോൾ സ്റ്റോറി എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ഒരു പടം കമ്മിറ്റ് ചെയ്യുമോ? ഒരു കോമൺ സെൻസ് വേണ്ടേ? നിങ്ങളെ ഹെർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട്, മറ്റൊരാളെ നിങ്ങളെ ഹെർട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായങ്ങളുണ്ട്. എല്ലായിടത്തും നന്നായി രീതി. അങ്ങനെയല്ല പറയേണ്ടത് അതിനെ. അതായത് നിങ്ങളെ സുഖിപ്പിക്കുന്ന സിനിമകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ലത് വരുമെന്ന് സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ലത് വരുത്താൻ സാധ്യതയുള്ള സിനിമകളാകുമ്പോഴത്തേക്കും നിങ്ങൾ അതിനെ കൈയടിക്കും. അതാണ് അന്ന് കെ സുരേന്ദ്രൻ ആണെങ്കിൽ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോൾ പറഞ്ഞത് ഓക്കെ സിനിമയായിട്ട് കണ്ടാൽ പോരെ. ഇന്ന് നിങ്ങളെ സുഖിപ്പിക്കാത്ത നാളുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു സിനിമ വന്നപ്പോഴത്തേക്കും നാളുകളിൽ നിങ്ങൾക്കത് മോശമായിട്ട് ബാധിച്ചാലോ എന്നുള്ളൊരു പേടി വന്നപ്പോൾ ആ സുഖം ഇച്ചിരി കുറഞ്ഞപ്പോൾ പറഞ്ഞു സിനിമയായിട്ട് കാണാൻ പറ്റത്തില്ല, ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തി ഹിന്ദുക്കളെല്ലാവരും കൂടെ നിൽക്കുക എന്ന് ചേർത്ത് പിടിക്കാനെ കൊണ്ട് ശ്രമിക്കുകയാണ്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഖമാണ് ഇവിടെ എല്ലാം പ്രധാനം. അതെ, കേരള സ്റ്റോറി എന്ന് പറഞ്ഞത് ഫുൾ ട്രൂ ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ക കറക്റ്റായിട്ടുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഗുജറാത്ത് കലാപം അത് ഒന്നുമല്ല, കറക്റ്റ് അല്ല കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോഴും നമ്മളെല്ലാം മുമ്പത്തെ വീഡിയോസിനൊക്കെ നമ്മൾ സമ്മതിച്ച കാര്യമാണ്. അതായത് ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഒരു കലാപം സൃഷ്ടിച്ചേക്കുന്നത്, അവർ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് എന്ന് വെച്ച് എല്ലാ മുസ്ലിങ്ങളും അല്ലെങ്കിൽ മുസ്ലിം നാമധരായിട്ടുള്ള എല്ലാ ആളുകളെയും നിരപരാധികളായിട്ടുള്ള ആളുകളെ പോലും നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു ക്രൂരകൃത്യം എന്ത്? അങ്ങനെയാണോ? എല്ലാവരോടും ആണോ നിങ്ങൾ ചെയ്യേണ്ടത്? ചെയ്ത ആളുകളെ വേണ്ട നിങ്ങൾ തിരിച്ച് ചെയ്യാനൊക്കെ ഉണ്ട്. അന്ന് ഇപ്പം എല്ലാ കാര്യങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്തൂടെ കാണിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാണിക്കേണ്ടി വരും? കാര്യം എല്ലാ കാര്യം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടായിരിക്കുന്ന BJP ഒരു നാണക്കേടുണ്ടല്ലോ, അതിൻ്റെ വേറെ ലെവൽ നാണക്കേടായിരിക്കും. നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ നാറും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ ഒരു കലാപം ഉണ്ടായതിനു ശേഷം ഇവർ ചെയ്ത് കൂട്ടിയേക്കുന്ന കാര്യങ്ങളുടെ ഒരു ന്യൂസ് ബൈറ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇത് നിങ്ങൾ ഒന്നുകൂടെ നിങ്ങളിത് കേട്ടിട്ട് ഒന്നുകൂടെ കേൾക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാൾക്കാണ് ഈ രീതിയിൽ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തിട്ട് ഈ ഒരു ന്യൂസ് ക്ലിപ്പ് കാണുക. 2000-ഓളം ആളുകളെ കൊന്നുതള്ളിയ ഗുജറാത്ത് കലാപത്തിന്റെ ചരിത്രം, ബിൽക്കിസ് ബാനു എന്ന സ്ത്രീയെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലിട്ട് മാറി മാറി പീഡിപ്പിച്ച ചരിത്രം, ഹിമ കൗസർ എന്ന ഗർഭിണിയെ പീഡിപ്പിച്ച ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണം ശൂലത്തിൽ കുത്തിയെടുത്ത് അവളുടെ ശരീരത്തോടൊപ്പം തീവച്ച ചരിത്രം, എൻക്വയറി കമ്മീഷന് മുന്നിൽ ഹാജരായ ഹാരേൻ പാണ്ഡ്യ എന്ന ആഭ്യന്തരമന്ത്രി പോലും കൊല്ലപ്പെട്ട ചരിത്രം. ഈ നാടിന് ഇതൊന്നും ഓർക്കാൻ ഒരു ചിത്രത്തിന്റെയും ആവശ്യമില്ലെന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കട്ടെ. ഗുജറാത്ത് കലാപം എന്ന പേരിൽ കൊന്നുതള്ളിയ മനുഷ്യരുടെ ചോര സംഘപരിവാർ എത്ര മായ്ച്ചു കളയാൻ ശ്രമിച്ചാലും, എത്ര വെട്ടിമാറ്റിയാലും, എത്ര പേരുമാറ്റിയാലും ഉണങ്ങില്ല. ഇവർ ചെയ്തേക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കടേ. ഓർക്കുമ്പോൾ തന്നെ ആണെങ്കിൽ പേടി വരികയാണ് ഇവർ ചെയ്ത് കൂട്ടിയേക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെയ്തവരെ അല്ല ചെയ്തേക്കുന്നത്, നിരപരാധികളായിട്ടുള്ള എത്ര ആൾക്കാരാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തേക്കുന്നത്. ആൻഡ് അതെല്ലാം ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ കാണിക്കുമ്പോൾ അതെല്ലാം സിനിമയ്ക്കകത്ത് കാണിക്കണ്ടേ? ഇന്ത്യയിൽ പടം ഇറക്കാൻ പറ്റത്തില്ല, ആ രീതിയിലായിപ്പോൾ ഇതൊക്കെ സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ. കാര്യം അമ്മാതിരി തോന്നിവാസങ്ങളാണ് ഇവരെല്ലാവരും കാണിച്ച് കൂട്ടിയേക്കുന്നത്. അതിനിടയിൽ പല സമയത്തും മണിക്കൂറുകളോട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. ഓക്കെ, പലപ്പോഴും ഒരു മണിക്കൂർ നമ്മൾ സ്ക്രിപ്റ്റും കഴിഞ്ഞ് പിന്നീട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇപ്പം രാജുവിൻ്റെ കൂടെ ഞാൻ പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അത്ര 6 മണിക്കൂറുണ്ട് ഞാൻ സ്ക്രിപ്റ്റ് പറഞ്ഞെടുത്തു. രാജു ഓൾറെഡി സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കും. പലരുടെ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യുന്ന സമയത്ത് സാറേ ഇതാണ് ചെയ്യുന്നത്, സാറിൻ്റെ സൈഡ് തന്നെ ഇത് ചെയ്തു, അത് കയറി ഹിറ്റായി. അപ്പോൾ അത് സൂപ്പർ ഹിറ്റാവും. കാരണം അവിടെ ഡയലോഗ് ഇതൊരു കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് സ്ക്രിപ്റ്റ് വായിച്ചോ ഇല്ല എന്നുള്ളതല്ല, സ്ക്രിപ്റ്റിനകത്തൊന്നും എഴുതിണ്ടാവില്ല, ഇങ്ങനൊന്നും ഫീൽ ചെയ്യില്ല, ഇതിൻ്റെ കണക്ഷനുകൾ വരില്ല. അതായത് മേജർ രവി പറയുന്നത് 6 മണിക്കൂർ പൃഥ്വിരാജ് ലാലേട്ടൻ ഈ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കുന്നതിന് ഇടയ്ക്കാണെങ്കിൽ ലാലേട്ടൻ തന്നെ അല്ലെങ്കിൽ ഇവർ തമ്മിലാണെങ്കിൽ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ പറഞ്ഞു ലാലേട്ടൻ നമ്മളിങ്ങനെ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു പടം എടുക്കുന്നുണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് എന്തുവാടാ രാജു നീ പറയുന്നത്, പടമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു, നമുക്ക് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട പോവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വേറെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മേജർ രവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ലാലേട്ടൻ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എന്നുള്ളതാണ് വാദിക്കാനെ കൊണ്ട് പിന്നെ ശ്രമിക്കുന്നത്. എൻ്റെ പൊന്നു മേജർ രവി, ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇനി ലാലേട്ടൻ ഈ ഒരു പടം ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളത് ഇനിയും പറയോ? എന്തോന്ന്
ബാബു ബജ്രംഗിന്റെ കാര്യമാണ് ഈ ചോദിച്ചു, ബാബു ബജ്രംഗിന്റെ കാര്യമാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അയാൾ ആരാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലെന്ന്. പിന്നെ എന്ത് തേങ്ങയാണ് ഈ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനാണ് നേരത്തെ പറഞ്ഞത്, ഏതൊക്കെയോ സംഘപരിവാറിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുത്തു, അതൊക്കെ എടാ നമ്മുടെ പാർട്ടിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടങ്ങ് നമ്പിയിട്ട് ഓക്കെ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് വേറെ ആരൊക്കെയോ പറയുന്നത് വിശ്വസിച്ചിട്ടാണ് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ബാബു ബജ്രംഗ് ആരാന്ന് പോലും അറിയാത്തൊരു RSSകാരനാണ്, അല്ലെങ്കിൽ ഒരു സംഖ്യയാണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഇവിടെയുള്ള കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകൾ ഇപ്പം ഈ ഒരു ബാബു ബജ്രംഗ് ആരാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഇയാൾക്ക് അറിയത്തില്ല, ഒരു സംഖ്യയാണ്, എന്നിട്ട് അറിയത്തില്ല ബാബു ബജ്രംഗ് ആരാണെന്ന്. എന്നിട്ടാണ് ഇവിടെ വന്ന് കിടന്ന് കോരെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു ഹേ, നിങ്ങൾ ബാബു ബജ്രംഗാണ് ഇവിടെ ഇത്രയും കൃത്യങ്ങൾ ചെയ്തതെന്നും അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തതെന്നും, അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ പോലും കൊന്നത്. ഇപ്പം ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ഭാഗം ബാക്കി ഇവരാണെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ സെക്കൻഡ് ചാനലിലാണെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ക്ലിപ്പാണെങ്കിൽ ഞാൻ ഇട്ടിട്ടുമുണ്ട്. ഓക്കെ, അത് കാണാത്തതാണ് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി. അപ്പം മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ബാബു ബജ്രംഗിൻ്റെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളാണ്. അതായത് നരേന്ദ്രമോദി എന്നെ കൊട പിടിച്ച് കൊടുത്തേക്കുന്ന പരിപാടിയായിരുന്നു അവിടെയൊക്കെ. അപ്പം അത് ആരാണെന്ന് അറിയത്തില്ല, അത് ആരാന്ന് അറിയാതാണ് സംസാരിക്കുക. എടാ നിങ്ങൾ സംഘികൾ അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ നല്ലവരായിട്ടുള്ള RSSലും BJPയിലും പ്രവർത്തിക്കുന്ന നല്ല സുഹൃത്തുക്കളുണ്ട്, അവർക്കെല്ലാം നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇവർ. കാര്യം എന്ന് വെച്ചാൽ ബാബു ബജ്രംഗ് ആണെന്ന് അറിയാത്തവരാണ് ഈ സംഘികളായിട്ട് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സിനിമ പോലും കാണാത്ത DG മോഹൻദാസിനെ പോലുള്ള ആൾക്കാർ വന്നിട്ട് ഈ സിനിമ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നത്. എന്നിട്ട് അവർ തന്നെ പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല, പക്ഷേ സിനിമ പറ്റിയിട്ട് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം എനിക്കുണ്ടെന്ന്. ആ രീതിയിലാണ് ഇവിടെ ഓരോ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ നിങ്ങൾക്ക് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഇനി ഈ ക്ലിപ്പ് കാണിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ പുള്ളി പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ആ മനുഷ്യൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും ശരി, അതെന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യക്തിയെക്കുറിച്ച് ഞാൻ അധികം സ്റ്റഡി ചെയ്തൊന്നും ചെയ്തില്ല. പക്ഷേ ഒരു ബ്രൂട്ടാലിറ്റി എന്നുള്ളത് ഞാൻ എവിടെയും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ വേറെ സംഭവമുണ്ട്, അത് സൂര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചില സിറ്റുവേഷൻസിൽ പലരും അങ്ങനെ ആയി പോകുന്നുണ്ട്. നിങ്ങൾ കാശ്മീരിൽ 88-89 ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ട കാശ്മീരുണ്ട്. അവിടെ പണ്ഡിറ്റ്മാരെ ബ്രൂട്ടലായി കൊന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ കമാൻഡോ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതായത് അവിടുത്തെ കുറേ പണ്ഡിറ്റുമാരെ ആണെങ്കിൽ ഈ പറയുന്ന മുസ്ലിങ്ങളൊക്കെ ആയിരിക്കും കൊന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ചെയ്തു. അപ്പം സിറ്റുവേഷൻസ് ആണ് പലരും അങ്ങനെ ആക്കുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിങ്ങളായിട്ട് ആരെങ്കിലുമൊക്കെ ഇവരെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ ചെയ്ത ആൾക്കാരോടല്ല ഈ ഒരു പ്രതികാരം തീർക്കേണ്ടത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള എല്ലാ ആളുകളും നമ്മൾ ഈ രീതിയിൽ തന്നെ പ്രതികാരം തീർക്കണം. നിരപരാധികളാണെങ്കിൽ കൂടി മുസ്ലിം പേരാണോ അവർക്ക്, അവരെ നമ്മൾ കൊന്നു കൊടുക്കണം, അവരെ നമ്മൾ പീഡിപ്പിക്കുകയോ നമ്മുടെ കാമം തീർക്കാനൊക്കെ നമുക്ക് അവരെ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും. നിങ്ങൾ എങ്ങോട്ടാണ് ഈ ഒരു നാടിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലേ? മനുഷ്യരായിട്ട് കാണാൻ പഠിക്കുക. ഓക്കെ, എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.